ഹായ് മക്കൾസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമ്മറി ആൻഡ് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ഓഫ് ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന് പറയുന്ന APJ അബ്ദുൽ കലാമിന്റെ വളരെ മഹത്തായിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലേ മക്കൾ, അങ്ങനെ പറയാം അല്ലെ. വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. ചെറിയ കാര്യമാണ് പറഞ്ഞതെങ്കിലും ഒരു വലിയ ഒരു മെസ്സേജ് നമുക്ക് തന്നിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം ഒരു ചെറിയ സമ്മറി. ഓക്കെ, ആ ചാപ്റ്ററിന്റെ ഒരു ചെറിയ സമ്മറി നോക്കാം. In this autobiographical except Dr. APJ Abdul Kalam recalls an important phase of his childhood. Okay, അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ഒരു പാഠഭാഗത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം ഓർമ്മിച്ചെടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിലെ, അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ഒരു കാലഘട്ടമാണ്. വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാലഘട്ടം. During World War II, M. Kalam took up the job of distributing newspapers for his cousin Shamsuddin when the train stopped delivering papers at the Rameshwaram station. Okay, രാമേശ്വരം സ്റ്റേഷനിൽ വെച്ചിട്ട് ഡെലിവറി ചെയ്യുന്ന പേപ്പറുകൾ ഷംസുദ്ദീൻ എന്ന് പറയുന്ന കസിൻസിന്റെ കൂടെ എന്ത് ചെയ്യായിരുന്നു? പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ഡ്യൂറിങ് ദ വേൾഡ് വാർ സെക്കൻഡിന്റെ ടൈമിൽ നമ്മുടെ M. കലാമിന്റെ ജോലി. ദ സ്മോൾ റെസ്പോൺസിബിലിറ്റി ഫില്ലഡ് ഹിം വിത്ത് എ പ്രൈഡ് ആൻഡ് ജോയ്. ആ ഒരു ചെറിയൊരു ഉത്തരവാദിത്തമാണെങ്കിലും അത് അവനിൽ ഒരുപാട് അഭിമാനം ഉണ്ടാക്കുകയും സന്തോഷമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. As he felt he was contributing to the family's income during hard times. കാരണം എന്തുകൊണ്ടാണ്? He was contributing to the family's income during hard time. കാരണം അവന്റെ ഫാമിലിക്ക് ഒരു ഹാർഡ് ടൈം, ഒരു ബുദ്ധിമുട്ടുള്ള ടൈമിൽ അവൻ ആ ഫാമിലി ഇൻകത്തിലോട്ട് ഒരു ചെറിയ പങ്ക് കൊടുക്കുകയാണ്. അത് ആലോചിക്കുമ്പോഴാണ് അവൻ്റെ ഒരു പ്രൈഡും സന്തോഷവും ഒക്കെ വരുന്നത്. Despite being only 8 years old, Kalam managed his job along with the tuition, school and prayer, waking up before dawn and balancing his duties with the dedication. ഒരു 8 വയസ്സായ കുട്ടി എന്നതിനപ്പുറം കലാം മാനേജ് ഹിസ് ജോബ്. കലാം ആ ജോബ് എങ്ങനെ മാനേജ് ചെയ്തു? അലോങ് വിത്ത് ട്യൂഷൻ, അവന്റെ ട്യൂഷന്റെ കൂടെ സ്കൂള്, പ്രയർ, വാക്കിംഗ് അപ്പ് ബിഫോർ ഡോൺ അല്ലെ, വളരെ ഏർലി മോർണിംഗിൽ എണീക്കുക, ആൻഡ് ബാലൻസ് ഹിസ് ഡ്യൂട്ടീസ് വിത്ത് ഡെഡിക്കേഷൻ. ബാക്കി വരുന്ന എല്ലാ ഡ്യൂട്ടീസും വളരെ ഡെഡിക്കേഷനോട് കൂടിയിട്ട്, വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. He developed qualities like discipline, punctuality, responsibility and hard work. Okay, അവന് ഈ ഒരു ഇതിലൂടെ എന്തൊക്കെ ഒരു മാറ്റമാണ് അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചുകളാണ് ക്യാരക്ടറിൽ വന്നിട്ടുള്ളത്? He developed qualities like discipline അല്ലെ, ഡിസിപ്ലിൻ, അതുപോലെ പഞ്ച്വാലിറ്റി അല്ലെ, പഞ്ച്വാലിറ്റി, കറക്റ്റ് ടൈമിൽ കാര്യങ്ങൾ ചെയ്യുക, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്യം, ഹാർഡ് വർക്ക് അല്ലെ, ഹാർഡ് വർക്ക് ഉണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റീസ്, ഗുണങ്ങൾ എന്ത് ചെയ്തു? അവനിൽ ഡെവലപ്പായി. നമ്മൾ ഈ അവൻ എന്നൊക്കെ വിളിക്കുന്നത് അബ്ദുൽ കലാമിനെയാണ്, പക്ഷെ ഇതിലൊരു 8 വയസ്സായ കുട്ടിയായിട്ടാണ് ഈ ചാപ്റ്ററിൽ കാണിക്കുന്നത്. അതുകൊണ്ടാട്ടോ അവൻ എന്നൊക്കെ പറയുന്നത്. ശരിക്കും നമ്മൾ അദ്ദേഹത്തെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, APJ അബ്ദുൽ കലാം എന്ന് തന്നെ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒരു കുട്ടിയുടെ ക്യാരക്ടർ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. Newspapers introduced him to the outside the world with news about India's freedom struggle. ഈ ന്യൂസ് പേപ്പേഴ്സ് അവന് മുമ്പിൽ മറ്റൊരു കാര്യം കൂടെ ഇൻട്രൊഡ്യൂസ്, അവന് മുമ്പിൽ മറ്റൊരു ലോകം കൂടെ തുറന്നു കൊടുത്തിട്ടുണ്ട്. എന്തിന്റെ? പുറം ലോകത്തെ കുറിച്ചുള്ള, വിത്ത് ന്യൂസ് അബൌട്ട് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളെ കുറിച്ച്, വേൾഡ് വാർ സെക്കൻഡ്, 2ാം ലോക മഹായുദ്ധത്തെ കുറിച്ച്, ആൻഡ് ദ ഗ്രേറ്റ് ലീഡേഴ്സ് ലൈക്ക് ഗാന്ധിജി ആൻഡ് നെഹ്റു. ദിസ് എക്സ്പോഷർ സ്പാർക്ക്ഡ് ഹിസ് ഡ്രീംസ് അബൌട്ട് ദ ലാർജർ വേൾഡ് ബിയോണ്ട് രാമേശ്വരം. ഈ ഒരു അവസരം ഉണ്ടല്ലോ, രാമേശ്വരത്തിനും അപ്പുറമുള്ള ഒരു ലോകത്തെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ആർക്ക്? അബ്ദുൽ കലാമിന്. സ്വാഭാവികമായിട്ടും പേപ്പർ ഇടുന്നതിലൂടെ, പേപ്പർ റീഡിങ്ങിലൂടെയൊക്കെ ഒരു പുറം ലോകം, ഫ്രീഡം സ്ട്രഗിൾ, വലിയ വലിയ ആളുകള്, അങ്ങനെ പുറം ലോകത്തെ കുറിച്ച് എന്ത് ചെയ്യാണ് അബ്ദുൽ കലാം കൂടുതൽ അറിവ് നേടുക കൂടെ ചെയ്യുന്നുണ്ട്. Though he experienced tiredness, the satisfaction of helping his family and the silent pride of his mother kept him going. എപ്പോഴെങ്കിലും ഒക്കെ അവനൊരു ടയർഡ്നെസ് ഫീൽ ചെയ്യുമ്പോൾ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹെൽപ്പിംഗ് ഫാമിലി, അവൻ്റെ ഉള്ളിൽ അവൻ്റെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ വരും.
ആൻഡ് ദ സൈലന്റ് പ്രൈഡ് ഓഫ് ഹിസ് മദർ കെപ്റ്റ് ഹിം ഗോയിങ്. അവന്റെ അമ്മയുടെ ഉള്ളിൽ അവനെ കുറിച്ചൊരു അഭിമാനമുണ്ട് എന്നുള്ളത് ഓർക്കുമ്പോഴും കൂടെ അവനിത് മുന്നോട്ട് നയിക്കും. The experience taught him that even a small task done with commitment can shape a person's character. Truly, little things matter. The experience taught him, ഈ ഒരു അനുഭവം അദ്ദേഹത്തിന് എന്ത് പഠിപ്പിച്ചു കൊടുത്തു? That even a small task done with commitment, നമ്മൾ വളരെയധികം കമ്മിറ്റ്മെന്റോട് കൂടി, ഉത്തരവാദിത്തോടു കൂടി ഒരു ചെറിയ ടാസ്ക് ആണ് ഏറ്റെടുത്ത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും ക്യാൻ ഷേപ്പ് എ പേഴ്സൺ ക്യാരക്ടർ. അത് എന്ത് ചെയ്യും? ഒരു വ്യക്തിയുടെ ക്യാരക്ടറിന്റെ സ്വഭാവ ഗുണങ്ങളെ, സ്വഭാവ രൂപീകരണത്തിന് അതെന്ത് ചെയ്യും? സഹായിക്കും. ട്രൂലി ലൈക്ക് തിങ്സ് മാറ്റർ. ശരിക്കും എങ്ങനെയാണ്? ലിറ്റിൽ തിങ്സ് മാറ്റർ ആണ് അല്ലേ? ചെറിയ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അല്ലെ. ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ വരുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, how did Kalam stay in touch with news from the India on his travel abroad? അല്ലേ, കലാം പുറത്തു പോയ സമയത്ത്, പുറത്ത് അബ്രോഡിലൊക്കെ പോകുമ്പോൾ ഇന്ത്യൻ ന്യൂസുകളുമായിട്ട് എങ്ങനെയാണ് ബന്ധം പുലർത്തിയിരുന്നത്, ആ ന്യൂസുകൾ എങ്ങനെയായിരുന്നു അദ്ദേഹം അറിഞ്ഞിരുന്നത്? നോക്കാം. കലാം stayed in touch with news from India during his travel abroad by going online to read news article and editorials in magazines and newspaper. കലാം എങ്ങനെയാണ് മാനേജ് ചെയ്തിരുന്നത്? ട്രാവൽസിന് സമയത്ത് പുറത്തു പോകുമ്പോൾ ഓൺലൈൻ അല്ലേ, ഓൺലൈൻ ടു റീഡ്. ഈ ഓൺലൈനിൽ ന്യൂസിൽ എന്തൊക്കെ വരും? ആർട്ടിക്കിൾസും എഡിറ്റോറിയൽസും. എവിടെ? മാഗസിനിലും ന്യൂസ് പേപ്പറിലൊക്കെ വരുന്ന ആർട്ടിക്കിൾസും എഡിറ്റോറിയൽസും ഒക്കെ ഓൺലൈനിൽ വായിച്ചിട്ടായിരുന്നു പുറത്തു പോണ സമയത്ത് അദ്ദേഹം ആ ന്യൂസുകളൊക്കെ ഇങ്ങനെ അറിഞ്ഞിരുന്നത്. സെക്കൻഡ് വൺ, mention a few people who influenced Kalam's early life. കലാമിന്റെ ഏർലി ലൈഫിൽ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത ആളുകൾ. നമുക്ക് ഈ ചാപ്റ്ററിലുള്ള ആളുകൾ പറഞ്ഞാൽ മതി. ശരിക്കും ഒരുപാട് പേരുണ്ട് കേട്ടോ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത്. പക്ഷെ നമ്മൾ ചാപ്റ്റർ ബേസ് ചെയ്ത് ആൻസർ പറയാം. A few people who influenced Kalam's early life were his cousin Samsuddin and Jalaluddin. ഇവർ രണ്ടുപേരാണ്. സംസുദ്ദീൻ had a great affection for Kalam and became a guiding light for him. അല്ലെ, കൂടുതൽ സ്നേഹം, ഒരു പ്രത്യേക പരിഗണന, സ്നേഹമൊക്കെ ശംസുദ്ദീൻ കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മാർഗദർശകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശംസുദ്ദീനാണ്. Then third question, what was the effect of the sanctions on Kalam's family? How did the family cope up with this? ഓക്കെ, നമ്മളെ ഒരുപാട് നിയമങ്ങളും ഒരുപാട് തടസ്സങ്ങളും ഒക്കെ നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ കലാമിന്റെ ഫാമിലി അത് എങ്ങനെയാണ് അവരുടെ ബാധിച്ചത്? ഇനി എങ്ങനെയാണ് അവരതിനെ ഓവർടേക്ക് ചെയ്ത് അതിനെ മാനേജ് ചെയ്തത്? The sanctions imposed during World War II made it difficult for Kalam's family to get എസെൻഷ്യൽസ്, അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വരെ എന്തായി? കുറച്ച് ബുദ്ധിമുട്ടായി. ലൈക്ക് ഫുഡ്, ക്ലോത്ത്, ബേബി നീഡ്സ്, കുട്ടികളുടെ ആവശ്യങ്ങൾ, ഫുഡ്, ക്ലോത്ത്, ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക്. ദ ഫാമിലി കോപ്ഡ് ബൈ കട്ടിങ് ഡൗൺ ദെയർ ഓൺ കൺസപ്ഷൻ. എന്ത് ചെയ്യണം? അവരുടെ കാര്യങ്ങളിലൊക്കെ ഒന്നൊരു മുറുക്കി പിടിച്ചേക്കാണ് അല്ലേ, അവരുടെ ഉപയോഗങ്ങളും കാര്യങ്ങളിലൊക്കെ ഒരു മുറുക്കി പിടുത്തും. എക്സ്പെഷ്യലി ദ വുമൺ ലൈക്ക് കലാംസ് മദർ, പ്രത്യേകിച്ച് കലാമിന്റെ അമ്മ, ഗ്രാൻഡ് മദർ, ഹു എയ്റ്റ് ലെസ് സോ ദാറ്റ് ദ ചിൽഡ്രൻ കുഡ് ഹാവ് ഇനഫ്. കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ ഫുഡ് കുറച്ചു. ഫോർത്ത് ക്വസ്റ്റ്യൻ, why does young Kalam say my enthusiasm knew no bounds? അല്ലേ, എൻ്റെ സന്തോഷത്തിന്, എൻ്റെ മനസ്സിനുള്ളിലുണ്ടായ ആഹ്ലാദത്തിന് എന്തില്ല? എൻ്റെ സന്തോഷത്തിന്, ആഹ്ലാദത്തിന് അതിരുകളില്ല എന്ന് കലാം എന്തുകൊണ്ടാണ് പറഞ്ഞത്? കലാം says this because he was thrilled to take up a job at the age of 8. കാരണം 8ാമത്തെ വയസ്സിൽ ഒരു ജോലി ഏറ്റെടുക്കുക എന്ന് പറയാൻ ഭയങ്കര ത്രില്ലായിരുന്നു. ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ ഹൗസ് ഹോൾഡ് ഇൻകം. അത് മാത്രമാണോ? ഇല്ല അല്ലെ, അവരുടെ വീട്ടു വരുമാനത്തിലോട്ട്, ഹൗസ് ഹോൾഡ് ഇൻകത്തിലോട്ട് ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ, ചെറിയൊരു പങ്ക് വഹിക്കാൻ പറ്റുക എന്നുള്ള കാര്യത്തിലും സന്തോഷവാനായിരുന്നു. ഹി ഫെൽറ്റ് പ്രൗഡ് ടു ഹെൽപ്പ് ഹിസ് ഫാമിലി. അവന്റെ ഫാമിലിയെ സഹായിക്കുന്നതിൽ അഭിമാനമുണ്ടായിരുന്നു. ഡ്യൂറിങ് ഡിഫിക്കൽട്ട് ടൈംസ്, ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഈ ഒരു ടൈമിൽ
and was excited about the responsibility. അത് മാത്രമല്ല അവൻ അവന്റെ ഉത്തരവാദിത്വത്തിൽ എന്തായിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു. and the adventures of collecting newspaper thrown from the moving train. അത് മാത്രമല്ല ആ adventures of a collecting newspaper, ആ ട്രെയിനിൽ നിന്നും വലിച്ചെറിയുന്ന ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യുന്ന ആ സാഹസികമായിട്ടുള്ള ആ ഒരു ജോലി, അതെന്തായിരുന്നു, അവന് ഒരുപാട് ത്രില്ലായിരുന്നു. ക്ലിയർ? Fifth question, what was the condition posed by the mathematics teacher and how did impact Kalam's daily schedule? അല്ലേ? ഓക്കെ, നമ്മുടെ മാത്തമാറ്റിക്സിന്റെ ടീച്ചർക്ക് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു കുട്ടികളുടെ മുമ്പിൽ. അതെങ്ങനെയാണ് കലാമിന്റെ ലൈഫിനെ ബാധിച്ചത്? ഐ മീൻ എങ്ങനെയാണത് കലാമിന്റെ ലൈഫിനെ സ്വാധീനിച്ചത്? ക്ലിയർ? കലാംസ് മാത്തമാറ്റിക്സ് ടീച്ചർ ഹാഡ് എ കണ്ടീഷൻ, ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? that the students must reach his home at dawn after taking a bath. എന്താണ്? ബാത്തിന് ശേഷം വളരെ ഏർലി മോർണിംഗിൽ എന്ത് ചെയ്യണം? കുട്ടികൾ വീട്ടിൽ എത്തണം. ഓക്കെ, ടു ഫോളോ ദിസ്, ഇത് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ കലാം ഹാഡ് ടു വോക്ക് അപ്പ് വെരി ഏർലി, ടേക്ക് ബാത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മദർ ആൻഡ് അറ്റൻഡ് ട്യൂഷൻ ബിഫോർ 5 AM. അല്ലേ? 5 മണിക്ക് മുമ്പായിട്ട് അമ്മയുടെ സഹായത്തോടു കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കലാം എന്ത് ചെയ്യായിരുന്നു? അവരുടെ വീട്ടിലെത്തുമായിരുന്നു. ദിസ് മേഡ് ഹിസ് ഡെയിലി ഷെഡ്യൂൾഡ് മോർ ഡിസിപ്ലിൻഡ്. ഇതെന്ത് ചെയ്തു? കലാമിന്റെ ലൈഫ് ഭയങ്കര ഡിസിപ്ലിൻ ഉള്ള അച്ചടക്കമുള്ള ലൈഫാക്കി മാറ്റി. ബിസിയർ, അച്ചടക്കവും തിരക്കും പിടിച്ച. as he had to balance tuition, Arabic school, newspaper work and regular school. ഇതെല്ലാം കൂടെ എന്ത് ചെയ്താണ്? അവന് മാനേജ് ചെയ്യാണ്. ട്യൂഷനും അറബിക് സ്കൂളും ന്യൂസ് പേപ്പർ വർക്കും റെഗുലർ സ്കൂളും ഇതെല്ലാം എന്ത് ചെയ്യാണ്? അവന് മാനേജ് ചെയ്ത് പോവാണ്. അപ്പൊ എന്ത് ചെയ്യാണ്? സ്വാഭാവികമായിട്ടും നല്ലൊരു ക്യാരക്ടർ ബിൽഡിങ് അവനിൽ സംഭവിക്കുകയാണ്. ക്ലിയർ? How did Kalam go about the work of the newspaper distribution? How did Kalam go about the work of the newspaper distribution? എങ്ങനെയാണ് കലാം ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? കലാം കളക്ടഡ് ബണ്ടിൽസ് ഓഫ് ന്യൂസ് പേപ്പർ ദാറ്റ് വെർ ത്രോൺ ഫ്രം ദ മൂവിംഗ് ട്രെയിൻ അറ്റ് രാമേശ്വരം സ്റ്റേഷൻ. രാമേശ്വരം സ്റ്റേഷനിൽ നിന്ന് മൂവിംഗ് ട്രെയിൻ പോകുമ്പോൾ അതിൽ നിന്ന് മെറിയുന്ന ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യുകയായിരുന്നു കലാം ചെയ്തിരുന്നത്. He would then divide them based on the neighborhood. ആ പ്രദേശവാസികൾക്ക് അനുസരിച്ച് അവൻ എന്ത് ചെയ്യും? അതിങ്ങനെ ഡിവൈഡ് ചെയ്യും പേപ്പറുകൾ. റൺ ത്രൂ ദ ടൗൺ ഡെലിവറിങ് ദം. എന്നിട്ട് എന്ത് ചെയ്യും? ടൗണിലൂടെ ഓടി അത് ഡെലിവറി ചെയ്യും. പീപ്പിൾ റെക്കഗ്നൈസ് ഹിം ബൈ ദ ന്യൂസ് പേപ്പർ ഹി ഹാൻഡഡ് ദം. അവൻ എന്ത് ചെയ്യും? പീപ്പിൾ റെക്കഗ്നൈസ് ഹിം, അവന് തിരിച്ചറിയും ബൈ ദ ന്യൂസ് പേപ്പർ ഹി ഹാൻഡിൽ ഹിം. അല്ലേ? എന്ത് ചെയ്യാണ്? അവൻ കൊടുക്കുന്ന ന്യൂസ് പേപ്പറിനെ വെച്ചിട്ട്. ആഫ്റ്റർ സ്കൂൾ he also helped collect dues from subscribers. സ്കൂൾ വിട്ട് വന്നതിന് ശേഷം വൈകുന്നേരം അവൻ എന്ത് ചെയ്യും? അതിനുള്ള പേയ്മെന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അവന് കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോകും. ആൻഡ് ഗേവ് ദ അക്കൗണ്ട് ടു സംസുദ്ദീൻ. എന്നിട്ട് എന്ത് ചെയ്യും? സംസുദ്ദീന് ആ അക്കൗണ്ട് തിരിച്ചു കൊടുക്കും. ന്യൂസ് പേപ്പേഴ്സ് ഓപ്പൺ അപ്പ് ന്യൂ വേൾഡ് ഫോർ യങ് കലാം. ഡു യു അഗ്രി? യുവർ റിസൾട്ട്. ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന ഈ ഒരു ലോകം അബ്ദുൽ കലാമിന് ഒരു പുതിയ ലോകം തുറന്നു കൊടുത്തു. അല്ലെ? ന്യൂസ് പേപ്പർ റീഡിങ്, ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളോണ്ടൊക്കെ ചെയ്തിട്ട് അബ്ദുൽ കലാമിന് ഇതൊരു പുതിയ ലോകം തുറന്നു കൊടുത്തു. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. നോക്കാം. യെസ്, ന്യൂസ് പേപ്പേഴ്സ് ഓപ്പൺ അപ്പ് എ ന്യൂ വേൾഡ് ഫോർ യങ് കലാം. അതെ, ന്യൂസ് പേപ്പർ എന്ത് ചെയ്തു? കലാമിന് മുമ്പിൽ ഒരു പുതിയ ലോകം തുറന്നു കൊടുത്തു. Through them, അതിലൂടെ he came to know about the independence movement. ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിനെ കുറിച്ച് അവൻ അറിഞ്ഞു. ലീഡേഴ്സ് ലൈക്ക് ഗാന്ധിജി, നെഹ്റു, വേൾഡ് ഇവന്റ്സ് ലൈക്ക് വേൾഡ് വാർ സെക്കൻഡ്. ഗാന്ധിജി, നെഹ്റു, വേൾഡ് വാർ സെക്കൻഡ്, ആൻഡ് പീപ്പിൾ ലൈക്ക് ഹിറ്റ്ലർ, പെരിയാർ, ഇങ്ങനെയുള്ള ആളുകൾ ഇതെല്ലാം എന്ത് ചെയ്തു? അവൻ ഈ പത്രത്തിലൂടെ അറിഞ്ഞു തുടങ്ങി. And reading the news with his cousins helped him become aware of the larger world outside രാമേശ്വരം. രാമേശ്വരത്തിനപ്പുറം ഒരു വലിയ ലോകമുണ്ട്. അതിനെക്കുറിച്ച് അവൻ എന്ത് ചെയ്തു? അവന്റെ കസിൻസ് ന്യൂസ് പേപ്പർ വായിക്കുന്നതിലൂടെ അവൻ മനസ്സിലാക്കിയെടുത്തു. And it sparked curiosity and dreams about visiting big city and meeting great people. ഇത് അവന്റെ ഉള്ളിൽ എന്തുണ്ടാക്കി? ഒരു ആകാംക്ഷ ഉണ്ടാക്കി, സ്വപ്നങ്ങൾ ഉണ്ടാക്കി. വലിയ വലിയ സിറ്റികൾ പോയി കാണണമെന്നും വലിയ വലിയ ആളുകളെ മീറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹവും അവന്റെ ഉള്ളിൽ ഉണ്ടാക്കി. Then 8th question, Kalam says he grew taller and brown in a year. What does this say? ഈ വർഷത്തിൽ ഞാൻ ഒരുപാട് വലുതാവുകയും ഞാൻ നിറം മാറുകയും ചെയ്തെന്ന് കലാം ഉദ്ദേശിച്ചത് എന്താണ്?
Kalam words taller and browner suggest that he grew physically due to the hard work he did every day. അവൻ ദിവസവും ചെയ്യുന്ന ഹാർഡ് വർക്ക് കാരണം അവൻ വലുതായി എന്നാണ് ഉദ്ദേശിച്ചത്. എങ്ങനെ? ഫിസിക്കലി കേട്ടോ, ശാരീരികമായിട്ട്. His outdoor work of running around in the sun made him darker. പുറത്തുകൂടി ഈ പേപ്പർ ഇട്ട് കൊടുക്കാൻ പോകുന്ന ഈ വർക്ക് കാരണം അവൻ എന്ത് ചെയ്തു? സൺ മേഡ് ഹിം ഡാർക്കർ. സൂര്യപ്രകാശമൊക്കെ തട്ടിയിട്ട് അവന് കുറച്ചൊന്ന് നിറം കമ്മിയായി. ആൻഡ് ദ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഹെൽപ്ഡ് ഹിം ബിക്കം സ്ട്രോങ്ങർ ആൻഡ് ടോളർ. ഈ ആക്റ്റീവായിട്ടുള്ള അവൻ്റെ ഈ ഓട്ടവും ലൈഫും അവൻ എന്ത് ചെയ്തു? സ്ട്രോങ്ങറും ടോളറുമാക്കി. ഇറ്റ് ഈസ് ഓൾസോ സിംബലൈസ് ദോ ഹി മെച്ചുവർഡ് ത്രൂ റെസ്പോൺസിബിലിറ്റി ആൻഡ് എക്സ്പീരിയൻസ് അറ്റ് എ യങ് ഏജ്. ഇതിന് മറ്റൊരർത്ഥം പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തത്തിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു? വളരെ മെച്ചുവർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആവുകയും ആൻഡ് എക്സ്പീരിയൻസ് അറ്റ് എ യങ് ഏജ് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയി മാറുകയും ചെയ്തു. The ninth one, how was Kalam able to ignore the intense tiredness at the end of each day? കലാം എങ്ങനെയാണ് കലാമിൻ്റെ ആ ഇന്റൻസ് ടയർഡ്നെസ് അല്ലെ, വളരെ ആഴത്തിലേറിയിട്ടുള്ള ആ ക്ഷീണം എങ്ങനെയാണ് കലാം ഓവർകം ചെയ്യുന്നത് ഓരോ ദിവസത്തിൻ്റെയും എൻഡിങ്ങിൽ? കലാം വാസ് ഏബിൾ ടു ഇഗ്നോർ ഹിസ് ടയർഡ്നെസ് ബിക്കോസ് ഹി ഫെൽറ്റ് പ്രൗഡ്. കലാം എന്ത് ചെയ്യും? അവൻ്റെ ടയേർഡ്നെസ് അവനെ അവോയ്ഡ് ചെയ്യും, ഇഗ്നോർ ചെയ്യും, മൈൻഡ് ചെയ്യില്ല. ബിക്കോസ് ഹി ഫെൽറ്റ് പ്രൗഡ്. കാരണം അവൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു അഭിമാനമുണ്ട്. and happy that he was helping his family by earning money. അവരുടെ ഫാമിലി അവൻ സഹായിക്കുന്നുണ്ട് അല്ലേ, ബൈ ഏണിങ് മണി. പണം സമ്പാദിച്ചുകൊണ്ട് ഫാമിലിയെ സഹായിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതിൽ അവൻ എന്തുണ്ട്? സന്തോഷമുണ്ട്, അഭിമാനവുമുണ്ട്. He knew that his mother was secretly proud of him for taking up the role of the working man at the age of 8. വെറും 8-ാമത്തെ വയസ്സിൽ ഒരു വർക്കിംഗ് മാൻ എന്നുള്ള റോൾ അവൻ ഏറ്റെടുത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൻ്റെ അമ്മയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവനെ കുറിച്ച് വളരെ രഹസ്യമായിട്ടുള്ളൊരു അഭിമാനം തന്നെ ഉണ്ട്. This sense of responsibility, purpose and his mother's silent support kept him going joyfully despite the physical exhaustion. ഫിസിക്കലി അവൻ്റെ എല്ലാ ക്ഷീണങ്ങളെയും മറികടന്നുകൊണ്ട് അവന് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് അവൻ്റെ ഈ ഉത്തരവാദിത്വ ബോധവും അവൻ്റെ ഈ ലക്ഷ്യവും അതുപോലെ അവൻ്റെ അമ്മയുടെ സൈലന്റ് ആയിട്ടുള്ള അവൻ്റെ അമ്മയുടെ സപ്പോർട്ടും എല്ലാമാണ് അവനെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. ഇത്രയുമുള്ളൂ മക്കളെ 9th ക്വസ്റ്റ്യൻ അല്ലേ, ഇത്ര കുറച്ചുള്ളൂ കേട്ടോ. ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വളരെ കുറച്ചുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ വരുന്ന ബാക്കി ആക്ടിവിറ്റീസ് പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.